നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തന്റെ നിലപാട് നേതാക്കളോട് പറഞ്ഞിട്ടുണ്ടെന്ന് PV അൻവർ 24നോട്. തെരഞ്ഞെടുപ്പിൽ മതേതര വോട്ടുകൾ CPIM-നെതിരാകും. CPIM-ന് മത്സരിക്കാൻ ആളെ കിട്ടുന്നില്ല. മുന്നണി പ്രവേശനം തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും PV അൻവർ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളെല്ലാം മുന്നണികളിൽ സജീവമായി തന്നെ നടക്കുകയാണ്. PV അൻവറാണ് 24നൊപ്പം ഇപ്പോൾ ചേരുന്നത്. നിലമ്പൂരിൽ എന്തായിരിക്കും പ്രധാന ചർച്ചാ വിഷയം? നിലമ്പൂരിൽ ചർച്ചാ വിഷയം പിണറായിസം, അതിനെന്ത് തർക്കം? കേരളത്തിലാകെ ചർച്ചാ വിഷയം അതല്ലേ. അദ്ദേഹത്തിൻ്റെ കുടുംബാധിപത്യം, ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യ പ്രവണതകൾ, കഴിഞ്ഞ 8-9 മാസമായി ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് ആ CPM എന്ന പാർട്ടിയെ അദ്ദേഹം തള്ളിക്കൊണ്ടുപോകുന്ന കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി ഓഫീസ് പുതിയത് പണിയുന്ന AKG സെൻ്ററിൻ്റെ നിറം പോലും മാറുന്നു. ചുവപ്പെന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് കളറാണെന്ന് പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നു. ഈ പറയുന്ന മലപ്പുറത്ത് വന്ന് SNDPയുടെ സെക്രട്ടറി നടത്തിയ പ്രസ്താവനയെ അദ്ദേഹം അടിവരയിടുന്നു. ആ ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുകയാണല്ലോ. ഇതെല്ലാം ഇവിടെ ചർച്ചാ വിഷയമാകും. ആ ചർച്ച കേരളത്തിൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു വർഗീയ ധ്രുവീകരണം, അതിനു വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-നെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള വളരെ മോശപ്പെട്ട അധാർമികമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിൻ്റെ ഒരു പ്രതിഫലനം, ഒരു മതേതര മുഖം മലപ്പുറത്തിൻ്റെയും കേരളത്തിൻ്റെയും ആ മതേതര മുഖം പ്രത്യേകിച്ചും നിലമ്പൂരിൽ കാണും. മതേതര വോട്ടുകളും ഒന്നടങ്കം CPM-നെതിരായി വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് നിലമ്പൂരിലുണ്ടാവും. അത് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. വീണ്ടും ഒരു സ്വതന്ത്രനെ അവർ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് CPM-ൻ്റെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തെയൊക്കെ കാണുന്നത്? അല്ല, CPM-ൻ്റെ സ്ഥാനാർത്ഥി നിർണയം, നിലമ്പൂരിലൊരു കടലക്കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്. ഒരുപാട് കാലമായിട്ട് കടലക്കച്ചവടം ചെയ്യും, ഒരുപാട് ആളുകളുമായി ബന്ധമുണ്ട്. ഇന്നലെ എനിക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തോട് പോയിട്ട് സ്ഥാനാർത്ഥിയാകാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടെന്നാണ്. അതാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥ. ആളെ കിട്ടാനില്ല എന്നുള്ളതാണോ? അല്ല, ആളെ കിട്ടാനില്ല. ആര് നിൽക്കും? CPM-കാർ മത്സരിക്കാൻ എന്താ തയ്യാറാവാത്തത്? CPM-കാർ എന്തുകൊണ്ടാണ് മത്സരിക്കാൻ തയ്യാറായത്? മത്സരിക്കാൻ പറ്റുന്നവരുണ്ടല്ലോ. എന്തുകൊണ്ടൊരു CPM-ൻ്റെ ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ അവർക്ക് ധൈര്യം കാണിക്കുന്നില്ല? ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും തപ്പി നടക്കണം. അവർക്ക് വോട്ടില്ല. വരുന്ന സ്ഥാനാർത്ഥിക്ക് വല്ല വോട്ടും കിട്ടുമോ ഏതെങ്കിലും തരത്തിൽ എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമാണ് ഈ കണ്ട നാട്ടിലെ എല്ലാ വാതിലും പോയി മുട്ടുന്നത്. ഞാൻ പണ്ട് പറഞ്ഞ പോലെ അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ സ്ഥാനാർത്ഥിയാവാനുണ്ടോ എന്ന് പറയാണ്. പലരുടെയും പേര് പുറത്തു വരുമ്പോൾ അവർ വിളിച്ചു പറയുകയാണ്, ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞങ്ങൾ മത്സരിക്കാനില്ല കേട്ടോ എന്ന് പറയുന്നുണ്ടല്ലോ. ആ അവസ്ഥ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ CPM-ന് ഉണ്ടായിട്ടുണ്ടോ? അത് തന്നെയാണ് നിലമ്പൂരിൻ്റെ യഥാർത്ഥ സ്ഥിതി. അപ്പോൾ PV അൻവർ ഒരു നിർണായക ശക്തിയാണെന്നുള്ളത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് LDF-ന്, പ്രത്യേകിച്ച് CPM-ന് മനസ്സിലാകുമെന്നുള്ളതാണ് അദ്ദേഹം അടിവരയിടുന്നത്. അർഷാഖിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം.